എനിക്ക് ഇവളുടെ ചേച്ചിക്കൊക്കെ എല്ലാവരോടും ക്ഷമിക്കാനേ കഴിയൂ. അത് ഞങ്ങളുടെ നാശത്തിനാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ ഉണ്ണി, ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ ഇവള് മാത്രമല്ല ഇവിടുന്ന് പുറത്തു പോകുന്നത്, ഇവൾക്കൊപ്പം നിനക്കും പുറത്തു പോകേണ്ടി വരും. ദേ, എപ്പോഴും പറയുന്ന പോലെ ആയിരിക്കില്ല. പിന്നെ കാലണയുടെ സാമ്പത്തിക സഹായം പോലും നീ എന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. അത് പറഞ്ഞപ്പോ അവളുടെ മുഖത്ത് ദേഷ്യം കണ്ടില്ലേ? എനിക്ക് ദേഷ്യമൊന്നും ഇല്ലമ്മ. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്റെ വാക്ക് കേൾക്കാതെ നിന്നെ വിളിച്ചോണ്ട് വന്നതുകൊണ്ടേ ഇവനെ പോലും സ്നേഹിക്കാൻ ഇനി എനിക്ക് പറ്റത്തില്ല. പിന്നെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി നിനക്ക് കൊതി വരുമ്പോ നിന്റെ മുത്തശ്ശി ഉണ്ടാക്കി തരുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നിനക്ക് വെട്ടി വിഴുങ്ങാൻ ഞാൻ വെച്ച് വിളമ്പി തരുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ എന്താ എല്ലാവരും കഴിക്കുന്നെന്ന് വെച്ചാ അതും കഴിച്ചോണ്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഇവളെ വിളിച്ചോട്ട് പോടാ. നീ വാ കരുണേ. മോനെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് അവളെ അകത്തോട്ട് കയറ്റിയാ മതിയായിരുന്നടാ. അമ്മയ്ക്ക് അവള് വന്നു കയറിയത് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് എനിക്കിപ്പോഴും അളക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല. പിന്നെ കരുണ ഈ വീടിനകത്ത് കയറ്റിയതിന്റെ പേരിൽ എന്നെ ഏറ്റവും കൂടുതൽ പഴിക്കാൻ പോകുന്നത് അമ്മയുടെ മോള് തന്നെയാ. മഞ്ജുവിനും ലേയ്ക്കും അനന്തുവിനൊന്നും ഇഷ്ടമല്ല അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത്. പിന്നെ ഒരവസരം കൂടി ഞാൻ അവൾക്ക് കൊടുക്കുക, നന്നായി ജീവിക്കാനായിട്ട്. അമ്മയുടെ മോള് വന്നിട്ടുണ്ട്. എന്നിട്ട് അവളെ വീട്ടിൽ കയറ്റിയോ? അവളെ ഞാൻ ഒരു കാരണവശാലും വീട്ടിലേക്ക് കയറ്റില്ലെന്നാ നേരത്തെ പറഞ്ഞിരുന്നേ. പിന്നെ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ കടുത്ത തീരുമാനമൊന്നും എടുത്തില്ല. പക്ഷെ എന്റെ രണ്ടാനമ്മ അവളോട് അകത്തേക്ക് കയറേണ്ടെന്നാ പറഞ്ഞത്. അവൾ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ഉണ്ണിക്കൊപ്പോ. ഇനി കരുണ തെറ്റ് ചെയ്യുകയാണെങ്കിൽ കരുണയെ മാത്രമല്ല ഉണ്ണിയും പുറത്താക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയുടെ അമ്മയും ഇവിടെ നേരത്തെ വന്നിരുന്നു. അവർക്ക് നല്ല മാറ്റമുണ്ട്. അച്ഛന്റെ മരണം അമ്മയെ സ്വാധീനിച്ചെന്നാ എന്റെ വിശ്വാസം. എങ്കിലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയെ മഹി. ഇപ്പൊ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്നെ. എന്റെ കുട്ടിക്കാലത്ത് എന്നെ സ്നേഹിച്ചതുപോലെ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. സ്വന്തം നിലനിൽപ്പിനായി അതല്ല അതിനപ്പുറം ചെയ്യുന്നവരാ. അതുകൊണ്ട് കണ്ണുടച്ച് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ഇന്നലെ വരെ അവര് വിശ്വസിച്ചിരുന്ന ആങ്ങളെയല്ലേ അവരുടെ കുട്ടികളുടെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരൻ. അതൊരമ്മയ്ക്കും അത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല. പിന്നെ മഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഒരുപാടുണ്ടായല്ലോ. മഞ്ജുവിനാണെങ്കിൽ ഇപ്പോഴും അവളുടെ അമ്മയെ വലിയ വിശ്വാസമൊന്നുമില്ല. അതൊക്കെ കൊണ്ടായിരിക്കും അവർക്കിപ്പോ മാറണം തോന്നിയത്. കൊച്ചുമോളെ കണ്ടിട്ട് ഒരുപാട് നേരം കരഞ്ഞു കേട്ടോ. ലക്ഷ്മിയുടെ അരികിലിരുന്ന് കരയുകയും പറയുകയൊക്കെ ചെയ്തു.
അതൊക്കെ കണ്ടിട്ട് നമുക്ക് അവരോട് സിമ്പതി തോന്നും. നമ്മൾ അവരെ സ്നേഹിച്ചു തുടങ്ങും. ആ സമയത്തായിരിക്കും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇനി ഒന്നും സഹിക്കാൻ വയ്യ മഹി. ഞാൻ ഉറച്ച ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം താനും നിൽക്കണം. ഇനി മേഘനും അവന്റെ കുടുംബത്തിനും സാമ്പത്തിക സഹായം ഒന്നും ചെയ്യില്ല. ഉണ്ണിക്ക് മാറ്റമില്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. അധ്വാനിക്കാതെ ആഹാരം കഴിക്കുമ്പോ അതിന്റെ ഒരു കുത്തലുണ്ടാവുമെന്ന് പഴമക്കാര് പറയാറുണ്ട്. അതവൻ ഒരുപാടാ. സ്വന്തം അച്ഛന്റെ മരണം പോലും അവനെ തളർത്തിയിട്ടില്ല. അതവനെ ബാധിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടാ ഒരു മടിയും കൂടാതെ കരുണയെ കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെയുള്ള അവനും കരുണയും ചേർന്ന് ഇനി നമ്മളെ ദ്രോഹിച്ച ഞാൻ കുടുംബം നോക്കും. പക്ഷെ അവന് കാലണ കൊടുക്കില്ല. ചിലപ്പോ അവനെ അമ്മയുടെ മോളെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്കും. അതിന് മോൻ എന്ത് ചെയ്താലും അതിനൊപ്പം ഞാൻ നിൽക്കും. ഇനിയും എന്റെ ഇളയ മോളും മരുമോനും നന്നായില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട്. അതിൽ നിങ്ങളെ രണ്ടാളെയും തടയാൻ നിങ്ങളെ സ്നേഹിക്കുന്നവരാരും വരില്ല. മോനെ, മക്കള് എങ്ങനെയുണ്ടാ നിനക്ക് ഇതിനകത്ത്? ജയിലിനകത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? പുറത്തെ കാര്യങ്ങൾ എന്തായെന്ന് പറ. എന്റെ മോള് കരച്ചിലാണോ? മോള് കരയാതിരിക്കാൻ ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തടാ. ഇന്ന് ഉണ്ണി വന്ന് മോളെ വിളിച്ചോണ്ട് പോയി. ഓ, ആശ്വാസായി. സത്യമാണോ അമ്മേ? അവൻ ഇനി മോളെ വിളിക്കത്തില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നേ. അതിന് ഇത്തിരിയും മണിയൊന്നും അല്ല എനിക്ക് കൊടുക്കേണ്ടി വന്നത്. എന്റെ വീടും പറമ്പും എല്ലാം അവന്റെ പേരിൽ എഴുതി കൊടുത്തടാ. അമ്മേ, അമ്മ എന്ത് മണ്ടത്തരമായി കാണിച്ചേ? എനിക്കങ്ങനെ തോന്നിയില്ല. കരുണമോക്ക് വേണ്ടി ഞാൻ ഉണ്ണിയുടെ വീട്ടിൽ പോയി അവന്റെ കാല് പിടിച്ചു. അപ്പൊ അവന് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടണമെന്ന് എന്നോട് തറപ്പിച്ച് പറഞ്ഞടാ. എന്നിട്ട് എന്റെ വീടും പറമ്പും തന്നെ അവൻ ചോദിച്ചേ. പക്ഷെ എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ആലോചിക്കണ്ടേ അമ്മേ? നിന്നോടെങ്ങനെ ആലോചിക്കാൻ? നീ ജയിലിനകത്ത് കിടക്കുമല്ലേ? ഇപ്പൊ അമ്മ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നില്ലേ? ഇതേപോലെ വന്നാ പോരായിരുന്നോ? എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ കൊച്ചിനെ ഉണ്ണിക്കൊപ്പം പറഞ്ഞു വിടാൻ ധൃതിയായിരുന്നു. നിനക്കറിയാലോ, ഇപ്പൊ ഒരു കുഞ്ഞിനെയും വയറ്റിലിട്ടോണ്ട് നടക്കുക എന്റെ മോള്. ആ സമയത്ത് ഉണ്ണി അടുത്തുണ്ടായാലേ പറ്റൂ. അതുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കാനായിട്ട് വീടും പറമ്പും മാത്രമല്ല, എന്റെ ബാക്കി ഉണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം ഞാൻ അവന് കൊടുത്തു. ഇപ്പൊ ഇത് 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 മാത്രമേ ഉള്ളൂ. അമ്മേ, അമ്മയ്ക്ക് എന്നെക്കാളും ബുദ്ധിയുണ്ടെന്നാ ഞാൻ കരുതിയത്. അതില്ലെന്ന് അമ്മ തന്നെ തെളിയിച്ചു. ഒരു പിശുക്കൻ ഇതൊക്കെ കൊടുത്തിട്ട് എന്താ അമ്മയെ കാര്യം? കണ്ണൻ ചെലവിന് കൊടുത്തില്ലെങ്കിൽ ആ വീട്ടിലെ അടുപ്പ് പോലും പോയില്ല. അതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്റെ പൊന്നു മക്കളെ, ഞാൻ അതൊന്നും ആലോചിച്ചില്ല. നീയും നിനക്കൊപ്പം ഇവിടെ കിടക്കുന്ന വാമദേവൻ എന്ന ആ വാനരനും കൂടെയാ ഉണ്ണിയുടെ അച്ഛനെ കൊന്നത്. എന്ന് വെച്ചാ അവൻ കല്യാണം കഴിച്ചത് കൊലയാളിയുടെ മോളെയാണെന്നർത്ഥം. അങ്ങനെയുള്ളപ്പോ ഉണ്ണി കരുണയെ അങ്ങ് വെറുതെ വിളിച്ചോണ്ട് പോവോ? ഇനി ഇപ്പൊ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ എന്താ? നമ്മുടെ മോളുടെ പേരിൽ കിടക്കത്തില്ലായിരുന്നോ അമ്മേ ആ വീടും പറമ്പൊക്കെ? അതുപോലെ തന്നെ സ്വർണവും നമ്മുടെ മോളുടെ കസ്റ്റഡി തന്നെ ഇരിക്കത്തില്ലായിരുന്നോ? ഓ, അതുകൊണ്ടൊന്നും ഒരു പെൺകൊച്ചിന് ജീവിക്കാൻ പറ്റത്തില്ലടാ പ്രതാപ. നിനക്കറിയാലോ, കണ്ണൻ നടന്നു തുടങ്ങിയിട്ട് ഇതുവരെ കർണമോളതറിഞ്ഞിട്ടില്ല. എപ്പോഴാണെങ്കിലും അവൾ അറിയും.
അതിന്റെ കൂടെ ലക്ഷ്മിക്ക് ഒരു കുഞ്ഞും പറന്നു കഴിഞ്ഞു. എന്നിട്ട് അങ്ങനെ നടക്കുന്ന ഭർത്താവും കുഞ്ഞും ഒക്കെ ആയിട്ട് ലക്ഷ്മി സന്തോഷത്തോടെ ജീവിക്കുമ്പോ കെട്ടുതാലി അഴിച്ചു വെച്ചിട്ട് നിന്റെ മോള് ജീവിക്കുവോടാ? അങ്ങനെ ഒരവസ്ഥ ഉണ്ടായ മോള് ചിലപ്പം തൂങ്ങിച്ചത്തെന്ന് വരും. നീ കോടതിയിൽ പോലും സത്യസന്ധമായിട്ട് മൊഴി കൊടുത്തത് നിന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? നമ്മൾ രണ്ടാളും ജീവിക്കുന്നത് നമ്മുടെ കൊച്ചിന് വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഞാൻ ഉണ്ണിക്ക് കൊടുത്തതൊന്നും അധികമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും കാരണം അവനാ, ആ വാമദേവൻ. അവന് ഏത് സമയത്താണോ എന്തോ ഞാൻ കണ്ടുമുട്ടിയത്. എന്നാലും ഇതൊക്കെ വല്ലാത്തൊരു വിധിയായി പോയി അമ്മേ. നീയേ ഇനിയിപ്പോ റിമാൻഡ് കഴിഞ്ഞു വന്നിട്ട് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ചിട്ട് വീണ്ടും ജയിലിലേക്ക് വരരുത്. അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ മോനെ, ദുർഗയൊക്കെ ശരിക്കും മാറിപ്പോയടാ. അവളുടെ വീട്ടിലോട്ട് ചെന്നപ്പോ അവളെന്നെ ആട്ടി ഇറക്കുക. എന്ന് മാത്രമല്ല, നീ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് അങ്ങോട്ടെങ്ങാനും കേറി ചെന്ന നിന്നെ ചുട്ടുകളയുമെന്നൊക്കെ അവളുടെ ഭീഷണി. ഉണ്ണിക്ക് അമ്മ ഇത്രയൊക്കെ എഴുതി കൊടുത്തിട്ടും അവന്റെ അമ്മയ്ക്കൊരു മാറ്റമില്ലേ? എങ്ങനെ മാറാനടാ? നീയും അകത്ത് കിടക്കുന്നവനോടെ കൊന്നത് വേറെ ആരെയല്ലല്ലോ, അവളുടെ കെട്ടിയോനെയല്ലേ. 5-6 കൊല്ലമേ അവള് ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവളുടെ താലി അറുത്തതാ. അതിന്റെ ദേഷ്യം അവക്ക് കാണാതിരിക്കുവോ? അതുകൊണ്ട് എന്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പരിസരത്തോട്ടൊന്നും പോകണ്ട. എന്തായാലും എന്റെ കൊച്ചുണ്ണിക്കൊപ്പം പോയല്ലോ, അത്രയും സമാധാനം. എന്നാ പോട്ടെ. ശരി. എന്തിനാടാ നീ എന്നെ ചവിട്ടിയെ? കൊല്ലൂടാ നിന്നെ ഞാൻ. നീ കാരണം എല്ലാം തുറഞ്ഞടാ. ഇങ്ങോട്ട് വന്നില്ല, അതിനുമ്പേ തല്ലു തുടങ്ങിയോടാ. ഇവൻ ഒട്ടുകൊടുത്തില്ല സാറേ എന്റെ ജീവിതം നശിപ്പിച്ചത്. അതിനിവിടെ കിടന്ന് തല്ലുകൂടിയിട്ട് കാര്യമില്ല. റിമാൻഡിന്റെ കാലാവധി ഉടനെ കഴിയുമല്ലോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണെങ്കിൽ അവിടെ കിടന്ന് തല്ലുണ്ടാക്ക്. ഞങ്ങൾക്ക് വെറുതെ ജോലി ഉണ്ടാക്കല്ലേ. ആരോ കണ്ടിട്ട് വന്നതാ സാറേ. എന്നിട്ട് എന്റെ നടുവിന് ചവിട്ടി വീഴ്ത്തിയായിരുന്നു. നിന്റെയൊക്കെ നടുവിന് ചവിട്ടിയാ പോരാ, നട്ടല് താർക്കണം. അവന്റെ ഒരു പരാതി. അതുപോലുള്ള പരിപാടിയല്ലടാ നീയൊക്കെ രണ്ടും ഒപ്പിച്ചു വെച്ചത്. പാവപ്പെട്ടൊരു മനുഷ്യനെ കൊന്നിട്ട് സുഖിച്ച് നടക്കുകയായിരുന്നു 10-20 വർഷം. എന്തായാലും ഇപ്പോഴെങ്കിലും എല്ലാരും സത്യം അറിഞ്ഞല്ലോ. മര്യാദക്ക് ഇരുന്നോണം, ഇല്ലെങ്കിൽ 2 എണ്ണത്തിനെ പിടിച്ച് സെല്ലിനകത്തിടും. എന്താണ് നോക്കി? പോ. നിനക്കെന്ത് പറ്റിയടാ? എന്റെ അമ്മ അവിടെ വന്നിട്ട് പോയത്. അമ്മയുടെ സകല സ്വത്തുക്കളും മറ്റവൻ അവൻ അടിച്ചോണ്ട് പോയത്. നിന്റെ അനന്തരവൻ. എടാ, എന്റെ മോളെ തിരിച്ചു വിളിച്ചോണ്ട് പോയനായിട്ട് എന്റെ അമ്മ സ്വത്തും സ്വർണ്ണവും ഒക്കെ അവന് എഴുതി കൊടുത്തു. അവന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോളെ തിരികെ വിളിക്കാൻ വേണ്ടിട്ട് ചെയ്തതാ. അതിനെന്താടാ കുഴപ്പം? നിന്റെ മരുമോനല്ലേ എല്ലാം കൊടുത്തത്? ഒരു മരുമോൻ. അവൻ 5 ശമ്പളം ഉണ്ടായിരുന്നല്ലോ അവൻ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോ. എന്നിട്ട് അവൻ എന്റെ മോക്ക് വേണ്ടിട്ട് കാരാണ് ചെലവാക്കിയിട്ടുണ്ടോ?
എന്റെ മോൾ ഇപ്പോഴല്ല, ഇതിനു മുമ്പ് വിശേഷം അറിയിച്ചതാ. എന്നിട്ട് എപ്പോഴെങ്കിലും അവക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? ആ, അവന്റെ ഏട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചാ അത് അവൻ വാങ്ങിച്ചാണെന്ന് പറഞ്ഞാൽ അവക്ക് കൊണ്ടു കൊടുക്കും. അല്ലാതെ അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നിന്റെ അമ്മയ്ക്കും അറിയാമായിരുന്നല്ലോ. പിന്നെന്തിനാ സ്വത്ത് സ്വർണ്ണമൊക്കെ അവൻ എഴുതി കൊടുത്തത്? അതെന്റെ അമ്മയ്ക്ക് പറ്റിയ ഒരു അബദ്ധം. എന്നാ നേരത്തെ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ വിറ്റ് കേസ് നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്റെ കൊച്ചിന് ആകെ ഉള്ളത് ആ വീടും പറമ്പുവാ. അതിപ്പോ എന്റെ മരുമോനെ അടിച്ചോണ്ട് പോവുകയും ചെയ്തു. ഇനി അങ്ങോട്ട് നമുക്ക് നല്ല കാലമല്ലടാ പ്രതാപം. അതുകൊണ്ട് വരുന്നത് വരട്ടേന്നും പറഞ്ഞ് അങ്ങ് ജീവിക്കാം. നീ ഒറ്റ ഒരുത്തനാ എല്ലാത്തിനും കാരണം. ആ കൊലപാതകം കഴിച്ചിട്ട് 10-20 വർഷമായി. എന്നിട്ട് ഇപ്പഴാ ചത്തവന്റെ പ്രേതം അവന്റെ ദേഹത്ത് കയറാൻ തോന്നിയതും. എന്നാ പ്രേതത്തോട് പോയി പറയാത്തെന്താ എന്റെ ദേഹത്ത് കയറാതിരിക്കാൻ? എടാ, കുറച്ച് നാള് നിനക്ക് പ്രാന്തായിരുന്നല്ലോ. ആ പ്രാന്താ നമ്മളെ ഇവിടെ എത്തിച്ചത്. എന്തു വേണം? ഞാനും കൂടി സഹായിക്കാം. വേണ്ട. നിനക്ക് ജോലി ചെയ്യാൻ കൊതിയാണെങ്കിലേ ഈ വീടൊക്കെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്ക്. ഈ സമയത്ത് കുനിയുന്നതും നിവരുന്നതൊക്കെ നല്ലതാ. നീ അടുക്കളയിൽ നിൽക്കുന്നതിനോടെ എനിക്ക് അഭിപ്രായം ഒന്നുമില്ല. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെയും എനിക്ക് വിശ്വാസമില്ല. ഇന്നലെ വരെ ഞാൻ നിനക്കൊപ്പം ഉറച്ചു നിന്ന കൂട്ടത്തിലാ. എന്നാൽ ഇനി അങ്ങനെയല്ല. എന്റെ മോൻ നിന്നെ തിരികെ കൊണ്ടുവന്നതേ നിന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പേരില് അവനോട് പോലും എനിക്ക് ദേഷ്യമാ. എന്റെ ജീവിതം ഇരുട്ടിലാക്കിയത് നിന്റെ അച്ഛനും എന്റെ ആങ്ങളെയും കൂടിയാ. അതൊക്കെ എനിക്ക് 1 വയസ്സുള്ളപ്പോ സംഭവിച്ച കാര്യങ്ങളല്ലേ അമ്മ. നിനക്ക് എത്ര വയസ്സായിരുന്നാലും ശരി, അയാളുടെ വിത്തല്ലേ നീ. സ്വത്തും പണവും കിട്ടാതെ വന്നപ്പോ ഒരു തരി മണ്ണ് പോലും എന്റെ പേരിൽ കണ്ണന്റെ അച്ഛൻ എഴുതി വെക്കാതെ അങ്ങ് പോയപ്പോ എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. എല്ലാം കണ്ണന് കിട്ടിയതിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ കണ്ണന്റെ മഹാലക്ഷ്മിയുടെ ശത്രുവായത്. എന്നാൽ അവരാണ് ശരിയെന്ന് മനസ്സിലാക്കി എന്റെ മകള് മാറി. എന്റെ ആങ്ങളയുടെ മോനെ അയാളെപ്പോലെ ദുഷ്ടനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവള് സാഗറിന്റെ ഭാര്യയായി. എന്നിട്ടും അവളെ തള്ളിക്കളഞ്ഞിട്ട് നിന്നെ സ്നേഹിച്ചവളാ ഞാൻ. നിനക്ക് ഉണ്ണിക്കും വേണ്ടിയിട്ട് ലക്ഷ്മിയുടെയും കണ്ണന്റെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിലാ ഞാൻ. എന്നാൽ ഇനി എന്റെ കണ്ണനെ വെറുക്കാൻ എനിക്ക് പറ്റില്ല, വേദനിപ്പിക്കാനും. അവന്റെ അച്ഛൻ മരിക്കുന്നത് വരെ എന്റെ മക്കളെ പോലെ തന്നെ അവനെ ഞാൻ സ്നേഹിച്ചതാ. അന്നൊക്കെ അവന് ഞാൻ രണ്ടാനമ്മയല്ലായിരുന്നു, അമ്മ തന്നെയായിരുന്നു. അറിയാവോ നിനക്കതൊക്കെ? അറിയത്തില്ലെങ്കിൽ ഇനി നീ അറിയും. എന്റെ മൂത്ത മോനെ സ്നേഹിക്കുന്ന നിന്റെ അമ്മായിയമ്മയെ നീ കാണും. അവനിപ്പോ ആഹാരം കഴിക്കാൻ വരും. അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വിളമ്പി വെക്കട്ടെ.
ആഹാ, മോനെ വാ വന്നിരിക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും നിനക്ക് വിശ്വാസം ഇല്ലാന്ന് എനിക്കറിയാം. ഞാൻ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ആ വേണമെന്നില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് അമ്മ മാറിയില്ലെങ്കിൽ അമ്മയെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല. മോൻ എന്നെ സംശയമില്ലെങ്കിലുവേ മോന്റെ ഭാര്യയ്ക്കും അനന്തോനും ലേഖയ്ക്കും ഒന്നും അങ്ങനെയല്ല. അവർക്കൊക്കെ നീ ഇവിടെ നിൽക്കുന്നതിൽ വലിയ ആധി കാണും. പക്ഷേ ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. ഇപ്പൊ നിനക്ക് വെച്ച് വിളമ്പുന്നത് നിന്റെ പഴയ അമ്മ തന്നെയാ. അമ്മ ഉണ്ടാക്കുന്നൊക്കെ ആർത്തിയോടെ കഴിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്റെ അമ്മ നഷ്ടപ്പെട്ടിട്ടും എനിക്കത് ഫീൽ ചെയ്യാത്തൊരു സമയമായിരുന്നു അത്. പക്ഷേ അച്ഛന്റെ മരണത്തോട് അതിന് വലിയ മാറ്റം വന്നത്. ഇനിയിപ്പോ അതേപ്പറ്റി ഒന്നും പറയണ്ട മോനെ. മോൻ കഴിക്ക്.